നമസ്കാരം. വേദാന്തിന്റെ മറ്റൊരു വീഡിയോ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ത്രികോണത്തിന്റെ ഒരു വശവും അതുപോലെ രണ്ട് കോണുകളും തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു ത്രികോണം വരയ്ക്കാം എന്നാണ് പറയാൻ പോകുന്നത്. ഒരു ത്രികോണത്തിന്റെ ഒരു വശം 8 സെന്റിമീറ്ററും അവിടെ രണ്ടിടത്തുള്ള കോണുകൾ 40 ഡിഗ്രിയും 60 ഡിഗ്രിയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയുള്ള ഒരു ത്രികോണം നമുക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാമെന്നാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ബോളിലേക്ക് നോക്കുക. 8 സെന്റിമീറ്റർ ആദ്യമായിട്ടുള്ള വശവും അതിന്റെ രണ്ടറ്റത്ത് 40 ഡിഗ്രിയും 60 ഡിഗ്രിയും വരുന്ന ഒരു ത്രികോണം നിർമ്മിക്കാൻ പറ്റും. അതുപോലെ തന്നെ 8 സെന്റിമീറ്റർ ഒന്നാമത്തെ വശവും അവിടെ രണ്ടറ്റങ്ങളിൽ 60 ഡിഗ്രിയും 40 ഡിഗ്രിയുമായിട്ടുള്ള രണ്ടാമത്തെ ത്രികോണം നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ത്രികോണം നിർമ്മിക്കാൻ പറ്റും. ഒന്നാമത്തെ വശം 8 സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തെ വശം 8 സെന്റിമീറ്ററും അവയുടെ രണ്ടറ്റങ്ങളിലുള്ള കോണുകൾ 40 ഡിഗ്രിയും 60 ഡിഗ്രിയുമായിട്ടുള്ള കോൺ വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ വശം 8 സെന്റിമീറ്ററും അവയുടെ ഇടയിലുള്ള കോൺ 60 ഡിഗ്രിയും 40 ഡിഗ്രിയുമായിട്ടുള്ള രണ്ടാമത്തെ ഒരു ത്രികോണം വരയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ വശം 8 സെന്റിമീറ്ററും അതുപോലെ തന്നെ അവയുടെ രണ്ടറ്റത്തുള്ള കോണുകൾ 40 ഡിഗ്രിയും 60 ഡിഗ്രിയുമായിട്ടുള്ള കോണും, അതുപോലെ മൂന്നാമത്തെ വശം 8 സെന്റിമീറ്ററും അവയുടെ രണ്ടറ്റത്തുള്ള കോണുകൾ 60 ഡിഗ്രിയും 40 ഡിഗ്രിയുമായിട്ടുള്ള കോണുകൾ നമുക്ക് നിർമ്മിക്കുവാൻ സാധിക്കും. അങ്ങനെ ആദ്യത്തെ വശം 8 സെന്റിമീറ്റർ ആയിട്ടുള്ള രണ്ട് ത്രികോണവും രണ്ടാമത്തെ വശം 8 സെന്റിമീറ്റർ ആയിട്ടുള്ള രണ്ട് ത്രികോണവും അതുപോലെ മൂന്നാമത്തെ വശം 8 സെന്റിമീറ്റർ ആയിട്ടുള്ള രണ്ട് ത്രികോണവും നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ 8 സെന്റിമീറ്റർ വശവും 40 ഡിഗ്രി 60 ഡിഗ്രി കോണളവുള്ളതുമായിട്ടുള്ള ഒരു ത്രികോണം നിർമ്മിക്കാൻ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം നോക്കിയാൽ മതി. അങ്ങനെ ഇനി ഇവയിൽ കാണുന്ന ഏതൊരു ത്രികോണം എടുത്തു കഴിഞ്ഞാലും പരസ്പരം തുല്യമായിരിക്കും. ഇവയിൽ കാണുന്ന ഏതൊരു ത്രികോണം എടുത്തു കഴിഞ്ഞാലും ഈ 6 ത്രികോണത്തിൽ ഏതൊരു ത്രികോണം എടുത്തു കഴിഞ്ഞാലും പരസ്പരം തുല്യമായിരിക്കും. ശ്രദ്ധിക്കാം, ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന എല്ലാ ത്രികോണങ്ങളിലും ഒരു വശവും രണ്ട് കോണുകളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവയിലെ മൂന്നാമത്തെ കോണുകൾ, എല്ലാ ത്രികോണത്തിലെ മൂന്നാമത്തെ കോണുകൾ എളുപ്പത്തിൽ പറയാൻ പറ്റും. എല്ലാ ത്രികോണത്തിലെ മൂന്നാമത്തെ കോണുകൾ എന്തായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. കാരണം നമുക്കറിയാം ഒരു ത്രികോണത്തിലെ ആകെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പൊ ആ 180 ഡിഗ്രിയിൽ 60 ഡിഗ്രി 40 ഡിഗ്രി പോയിട്ട് ബാക്കി 80 ഡിഗ്രി കാണും. അല്ലെങ്കിൽ 180 നിന്ന് 100 ഡിഗ്രി പോയിട്ട് ബാക്കി നമുക്ക് 80 ഡിഗ്രി കാണും. അപ്പോ ഇവിടെ വരുന്ന മൂന്നാമത്തെ കോൺ, എല്ലാ ത്രികോണത്തിലെയും മൂന്നാമത്തെ കോൺ എന്ന് പറഞ്ഞാൽ 80 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഇതിൽ കാണുന്ന ഏതൊരു ത്രികോണം എടുത്താലും അവയിലെ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതിൽ കാണുന്ന മൂന്നാമത്തെ കോൺ എന്ന് പറഞ്ഞാൽ തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഈ ത്രികോണത്തിലെ തുല്യമായ കോണുകൾ 60 ഡിഗ്രി വരുന്ന കോണും ഇവിടെയും 60 ഡിഗ്രി വരുന്ന കോണുകൾ എടുക്കുകയാണെങ്കിൽ അവയുടെ എതിർവശം, ഈ കാണുന്ന വശവും ഇവിടെയാണെങ്കിൽ ഈ വശവും തുല്യമായിരിക്കും. അതുപോലെ 40 ഡിഗ്രി എടുക്കണമെങ്കിൽ, രണ്ടിടത്ത് 40 ഡിഗ്രി എടുക്കണമെങ്കിൽ അതിന്റെ എതിർവശങ്ങളും തുല്യമായിരിക്കും, പരസ്പരം തുല്യമായിരിക്കും. അങ്ങനെ ഒരു വശവും രണ്ട് കോണുകൾ തുല്യമായിട്ടുള്ള ഏതെങ്കിലും രണ്ട് ത്രികോണങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ ത്രികോണത്തിലെ മൂന്നാമത്തെ കോൺ തുല്യമായിരിക്കും. മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? തുല്യമായിരിക്കും. നമ്മളിവിടെ പറഞ്ഞതുള്ള എല്ലാം 80 ഡിഗ്രിയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലായ കാര്യം ചുരുക്കി ഒന്ന് പറയാം. ഒരു ത്രികോണത്തിന്റെ ഒരു വശവും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകൾക്കും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ കോണുകൾ തുല്യമാണ്. തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമാണ്. If one side of a triangle and the angle at its end are equal to one side of another triangle and the angle at its end, then the third angle are also equal and the sides opposite to equal angles are equal. അപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ട് ത്രികോണങ്ങളിലെ ഒരു വശവും അതുപോലെ രണ്ട് കോണുകളും തുല്യമാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ട്രയാങ്കിളിലെ ഒരു സൈഡും അതുപോലെ രണ്ട് ആംഗിളും ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്. എന്താണ്? ഈ ത്രികോണങ്ങളിലെ മൂന്നാമത്തെ ആംഗിൾ അല്ലെങ്കിൽ മൂന്നാമത്തെ കോൺ തുല്യമായിരിക്കും, ബാക്കിയുള്ള ഒരു കോൺ തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഈ തുല്യമായ രണ്ട് കോണുകളുടെ എതിർ വശം തുല്യമായിരിക്കും, അല്ലെങ്കിൽ തുല്യമായ കോണുകളുടെ ഓപ്പോസിറ്റ്
സൈഡ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തത് നമ്മൾ ഒരു വശവും രണ്ട് കോണുകളും തുല്യമായിട്ടുള്ള രണ്ട് ത്രികോണങ്ങളുടെ ചില പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒന്നാം ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമായ വശങ്ങൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതുക. ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ദ മാച്ചിങ് പെയർ ഓഫ് സൈഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ത്രികോണങ്ങളിലെ തുല്യമായ മറ്റു രണ്ട് വശങ്ങൾ കണ്ടെത്തുവാനാണ്, ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇവിടെയുള്ള തന്നിട്ടുള്ള അളവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ത്രികോണം എ ബി സിയും അതുപോലെ ത്രികോണം പി ക്യു ആറും രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലെ എ ബി എന്ന് പറയുന്ന വശവും പി ക്യു ആറിലെ ക്യു ആർ എന്ന് പറയുന്ന വശവും തുല്യമാണ്. കാരണം നമുക്കറിയാം രണ്ടും 5 സെന്റിമീറ്റർ എഴുതാം, രണ്ടും 5 സെന്റിമീറ്റർ എഴുതാം. അതുപോലെ തന്നെ ത്രികോണം എ ബി സിയിലെ കോൺ എ അല്ലെങ്കിൽ കോൺ സി എ ബി എന്ന് പറഞ്ഞാല് ത്രികോണം പി ക്യു ആറിലെ കോൺ ആർ അല്ലെങ്കിൽ കോൺ പി ആർ ക്യൂവിന് തുല്യമാണ്. കാരണം രണ്ടും 50 ഡിഗ്രി ആണെന്ന് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രികോണം എ ബി സിയിലെ കോൺ ബി എന്ന് പറഞ്ഞാല് ത്രികോണം പി ക്യു ആറിലെ കോൺ ക്യൂവിന് തുല്യമാണ് അല്ലെങ്കിൽ കോൺ പി ക്യു ആറിന് തുല്യമാണ്. കാരണം രണ്ടും 70 ഡിഗ്രിയാണ്. അപ്പോ ഈ ചിത്രത്തിലെ ഒരു വശവും രണ്ട് കോണുകളും ഒരു സൈഡും രണ്ട് ആംഗിളും ഈക്വൽ ആയി കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മളിപ്പോ പഠിച്ച തിയറി എന്താണ്? ഒരു ത്രികോണത്തിലെ ഒരു വശവും രണ്ട് കോണുകളും തുല്യമായി മാറുകയാണെങ്കിൽ അവിടുത്തെ എന്താണ് മൂന്നാമത്തെ കോൺ ആംഗിൾ ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ ആംഗിൾ അല്ലെങ്കിൽ തേർഡ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ കോൺ സിയും അതുപോലെ കോൺ പിയും ആണ്. അപ്പൊ കോൺ സിയും കോൺ പിയും തുല്യമായിരിക്കും. കാരണം നമുക്കറിയാം തേർഡ് ആംഗിൾ ആണ്, മൂന്നാമത്തെ ആംഗിൾ ആണ്. അപ്പോ രണ്ടിന്റെ മെഷർമെന്റ് വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇവിടെ 50ഉം ഇവിടെ 70ഉം ആണ്. അപ്പോൾ 50ഉം 70ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 120 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺ സിയുടെ അളവ് കണ്ടെത്താനായിട്ട് 180ൽ നിന്ന് 120 കുറച്ചാൽ മതി, 60 ഡിഗ്രി ആണ് കിട്ടും. അതുമല്ലെങ്കിൽ 120നോട് എത്ര കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടുന്ന ആലോചിച്ച് നോക്കിയാൽ അപ്പോഴും 60 ഡിഗ്രി തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് 60 ഡിഗ്രിയാണ് കോൺ സി കിട്ടിയത്. അപ്പൊ കോൺ സിയും കോൺ പിയും 60 ഡിഗ്രി ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ പഠിച്ചായിരുന്നു. ഈ തുല്യമായ കോണുകളുടെ എതിർവശം തുല്യമായിരിക്കും. അതായത് കോൺ എയുടെയും കോൺ ആറിന്റെയും ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം തുല്യമായിരിക്കും. അപ്പോ കോൺ എയുടെയും കോൺ ആറിന്റെയും എതിർവശങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. കോൺ എയുടെ എതിർവശം എന്ന് പറഞ്ഞാൽ സി ബി അല്ലെങ്കിൽ ബി സി ആണ്. അപ്പോ ബി സി എന്ന് പറയുന്ന വശവും അതുപോലെ കോൺ ആറിന്റെ എതിർവശം എന്ന് പറഞ്ഞാൽ പി ക്യൂവും തുല്യമായിരിക്കും. അപ്പൊ ബി സിയും പി ക്യൂവും തുല്യമായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ കോൺ ബിയുടെയും കോൺ ക്യൂവിന്റെയും ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. കോൺ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് എ സി അല്ലെങ്കിൽ സി എ ആണ്. അതുപോലെ തന്നെ കോൺ ക്യൂവിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം എന്ന് പറഞ്ഞാൽ പി ആർ ആണ്. അപ്പോ സി എയും അതുപോലെ പി ആറും തുല്യമായിരിക്കും. അപ്പോ ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് തുല്യമായിട്ടുള്ള വശങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുവാനാണ്. അപ്പോ ഈ ബി സിയും അതുപോലെ പി ക്യൂവും സി എയും അതുപോലെ പി ആറും ഈ രണ്ട് ജോഡികളാണ് തുല്യമായിട്ടുള്ളത്. അപ്പോ ഇത് കണ്ടെത്തുവാനായിട്ട് നമ്മൾ ഇവിടെ തുല്യമായിട്ടുള്ള വശങ്ങൾ എടുത്തു, അതിന്റെ നിയമം എഴുതി കഴിഞ്ഞു. ആ നിയമത്തിൽ നിന്ന് മൂന്നാമത്തെ കോൺ തുല്യമാണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള രണ്ട് ജോഡി വശങ്ങളും തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകണം. ചോദ്യം വായിക്കാൻ ശ്രദ്ധിക്കാം. ചിത്രത്തിൽ എ ബി എന്ന വരയുടെ രണ്ടറ്റത്തും സമാന്തരവും തുല്യവുമായ രണ്ട് വരകൾ എ പി ബി ക്യു വരച്ചിരിക്കുന്നു. പി ക്യു എ ബി ഇവ മുറിച്ചു കിടക്കുന്ന ബിന്ദുവാണ് എം. ചോദ്യം നമ്പർ 1, ത്രികോണം എ എം പിയുടെ 3 വശങ്ങളും ത്രികോണം ബി എം ക്യൂവിന്റെ വശങ്ങൾക്ക് തുല്യമാണോ? എന്തുകൊണ്ട്? എ ബി എന്ന വരയിൽ എം എന്ന ബിന്ദുവിന്റെ സ്ഥാനത്തിന്റെ സവിശേഷത എന്താണ്? In the figure, AP and BQ are equal and parallel lines are drawn at the end of the line AB. The point of intersection of PQ and AB is marked as M. First question, are the sides of triangle AMP equal to
the sides of triangle BMQY. Second question, what is special about the position of M on AB? അപ്പോൾ ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അപ്പോൾ ഈ നൽകിയിട്ടുള്ള ചിത്രത്തില് എ ബി എന്ന വരയുടെ രണ്ടറ്റത്ത് നമുക്ക് എ പി എന്ന് പറയുന്ന ഒരു വരയും അതുപോലെ ബി ക്യു എന്ന് പറയുന്ന ഒരു വരയും നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഈ എ പിയുടെയും അതേപോലെ ബി ക്യുവിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ രണ്ട് വരകള് സമാന്തരമാണ്. അപ്പൊ എ പിയും ബി ക്യുവും എന്താണ്? സമാന്തരമാണ്. അതുപോലെ തന്നെ എ പിയും ബി ക്യുവും തുല്യവുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ പിയും ബി ക്യുവും പാരലാണ്, അതുപോലെ എ പിയും ബി ക്യുവും ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എ ബി എന്ന വരയും പി ക്യു എന്ന് പറയുന്ന വരയും കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ കൂടിച്ചേരുന്ന ബിന്ദുവാണ് എം, അല്ലെങ്കിൽ എ ബിയും അതുപോലെ പി ക്യുവും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എം എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് ട്രയാങ്കിൾ എ എം പിയിലെയും ട്രയാങ്കിൾ ബി ക്യു എമ്മിലെയും വശങ്ങൾ അല്ലെങ്കിൽ സൈഡ്സ് ഈക്വൽ ആണോ, എന്തുകൊണ്ടാണ്, അതിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വശങ്ങൾ തുല്യമായെന്ന് കൂടി എഴുതേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിലെ എന്തൊക്കെയാണ് തന്നിട്ടുള്ള അളവുകൾ തുല്യമായിട്ടുള്ളത് നോക്കാം. അപ്പോ ആദ്യമായിട്ട് രണ്ട് ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ എ എം പിയും അതുപോലെ ട്രയാങ്കിൾ ബി ക്യു എമ്മും. അപ്പോ ഈ രണ്ട് ട്രയാങ്കിളിന്റെ പ്രത്യേകത നമുക്കറിയാം. ഈ രണ്ട് ട്രയാങ്കിളിൽ എ പി എന്ന് പറയുന്ന വശവും അതുപോലെ ബി ക്യു എന്ന് പറയുന്ന വശവും എന്താണ്? പരസ്പരം തുല്യമാണ്. അപ്പോൾ എ പിയും ബി ക്യുവും തുല്യമാണ്. എന്താണ്? ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലെ, ഗിവൺ അല്ലെങ്കിൽ തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കറിയാവുന്ന എ പിയും ബി ക്യുവും സമാന്തരമാണ്. എ പിയും ബി ക്യുവും സമാന്തരമാണ് അല്ലെങ്കിൽ പാരലാണ്. അങ്ങനെയാണെങ്കിൽ എ പി എന്ന സമാന്തര വരെയും ബി ക്യു എന്ന് പറയുന്ന സമാന്തര വരെയും ഈ കാണുന്ന ഒരു വര ഖണ്ഡിച്ചു പോയിട്ടുണ്ട്. ഖണ്ഡിക്കുന്ന ഈ വരയുണ്ടായ മറുകോൺ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിൾ ആണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയത്. ഏതൊക്കെയാണ്? എം പി എയും അതുപോലെ എം ക്യു ബിയും. അപ്പോ എ പി എന്ന് പറയുന്ന സമാന്തര വരയിലും അതുപോലെ ബി ക്യു എന്ന് പറയുന്ന സമാന്തര വരയിലും ഒരു വര മുറിച്ചു കടന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ആൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോണുകളാണ് കോൺ എ പി എമ്മും അതുപോലെ കോൺ എം ക്യു ബിയും. അപ്പോ മറുകോണുകളുടെ പ്രത്യേകത എന്താണ്? തുല്യമായിരിക്കും. അപ്പോ ആൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. മറുകോൺ എന്ന് പറഞ്ഞാൽ തുല്യമായിരിക്കും. അതുപോലെ തന്നെ എ പി എന്ന് പറയുന്ന സമാന്തര വരയും ബി ക്യു എന്ന് പറയുന്ന സമാന്തര വരയും എ ബി എന്ന് പറയുന്ന വര ഖണ്ഡിച്ചപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോണുകളാണ് ഞാൻ ഇപ്പോൾ അടയാളപ്പെടുത്തിയത്. അപ്പോ കോൺ പി എ എമ്മും അതുപോലെ കോൺ എം ബി ക്യുവും തുല്യമായിരിക്കും. കാരണം രണ്ടും ആൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ അത് മറുകോണാണ്. അപ്പോൾ ആൾട്ടർനേറ്റ് ആംഗിൾ, രണ്ട് ജോഡി ആൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോണുകൾ നമുക്ക് കിട്ടിക്കഴിയും. അപ്പോ ഈ രണ്ട് ത്രികോണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിലെ ഒരു വശവും അതുപോലെ രണ്ട് കോണുകളും എന്താണ്? പരസ്പരം തുല്യമാണ്. അപ്പോ ഒരു ത്രികോണത്തിലെ ഒരു വശവും രണ്ട് കോണുകളും തുല്യമാണെങ്കിൽ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ തത്വം എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാലോ. എന്താണ്? ഈ ചിത്രത്തിലെ അല്ലെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളിലെ മൂന്നാമത്തെ ആംഗിൾ അല്ലെങ്കിൽ മൂന്നാമത്തെ കോൺ തുല്യമായിരിക്കും. അപ്പോ ഇത്രയും കാര്യം കിട്ടിക്കഴിഞ്ഞു. നമുക്ക് അറിയേണ്ടത് ഇതിലെ മൂന്ന് വശങ്ങൾ തുല്യമാണോ എന്നാണ്. അപ്പോ ഇവിടെ ഒരു വശം തുല്യമാണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കറിയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെയുള്ള തുല്യമായ കോണുകളുടെ എതിർവശം തുല്യമായിരിക്കും. ആംഗിൾ എ പി എമ്മിന്റെയും ആംഗിൾ എം ക്യു ബിയുടെയും ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോ ആംഗിൾ എ പി എമ്മിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ എം ആണ്. അപ്പോ എ എം എന്ന് പറയുന്ന സൈഡും അതുപോലെ എം ക്യു ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് എം ക്യു ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എം ബിയും. അപ്പോ എ എമ്മും എം ബിയും തുല്യമായിരിക്കും. അതുപോലെ ആംഗിൾ പി എ എമ്മിന്റെയും ആംഗിൾ എം ബി ക്യൂവിന്റെയും ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ പി എ എമ്മിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എം പി ആണ്. അതുപോലെ തന്നെ ആംഗിൾ എം ബി ക്യൂവിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എം ക്യൂ ആണ്. അപ്പോ എം ക്യൂവും എം ബിയും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വശങ്ങളും അതുപോലെ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു വശവും അങ്ങനെ മൂന്ന് വശങ്ങൾ ഇവിടെ തുല്യമായി കഴിഞ്ഞു. ആദ്യം ഇവിടെ അവസാനം നമ്മൾ പറഞ്ഞ രണ്ട് വശവും ആദ്യം നമ്മൾ പറഞ്ഞ ഒരു ജോഡി വശവും
മൂന്ന് ജോഡി വശങ്ങൾ തുല്യമായി കഴിഞ്ഞു. മൂന്ന് ജോഡി മൂന്ന് പെയർ സൈഡുകൾ ഈക്വലായി കഴിഞ്ഞു. അപ്പോ എ പി എമ്മിന്റെയും എം ക്യു ബിയുടെയും മൂന്ന് പേര് അല്ലെങ്കിൽ മൂന്ന് ജോഡി വശങ്ങൾ തുല്യമായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവ തുല്യമാണ്. എന്തുകൊണ്ടാണ് തുല്യമായി നമുക്കറിയാം. എന്താണ്? എ പി എമ്മിന്റെ ഒരു വശവും രണ്ട് കോണുകളും ത്രികോണം ബി ക്യു എമ്മിന്റെ ഒരു വശത്തിനും രണ്ട് കോണുകൾക്കും തുല്യമായി കഴിഞ്ഞു. അങ്ങനെ തുല്യമായി കഴിഞ്ഞാൽ അവിടെയുള്ള മൂന്നാമത്തെ കോണും മറ്റു രണ്ട് വശങ്ങളും തുല്യമാണ്. അതുകൊണ്ടാണ് എന്തായത്? മൂന്ന് വശങ്ങളും അല്ലെങ്കിൽ മൂന്ന് പേർ വശങ്ങളും തുല്യമായി മാറിയത്. മൂന്ന് പേര് സൈഡുകളും ഈക്വലായി മാറി. ഓക്കെ, ചോദ്യം കഴിഞ്ഞില്ല. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. എ ബി എന്ന വരയില് എം എന്ന് പറയുന്ന പോയിന്റിന്റെ സവിശേഷത അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എ ബി എന്ന വരയിൽ എമ്മിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അപ്പൊ നോക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എ എമ്മും എം ബിയും തുല്യമാണെന്ന് പറഞ്ഞു. അപ്പൊ എ എമ്മും എം ബിയും തുല്യമാണ്, പരസ്പരം തുല്യമാണ്. അപ്പൊ എ എമ്മും എം ബിയും തുല്യമാണ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോ എ എമ്മും എം ബിയും തുല്യമാണ് എന്ന് പറഞ്ഞാല് എ ബി എന്ന വരയുടെ മധ്യബിന്ദുവാണ് അല്ലെങ്കിൽ മിഡ് പോയിന്റ് ആണ് ആരെന്ന് പറഞ്ഞാൽ എം എന്ന് പറയുമ്പോ എം എന്ന് പറഞ്ഞാല് എ ബി എന്ന വരയുടെ മധ്യബിന്ദുവാണ് അല്ലെങ്കിൽ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോ എ ബി എന്ന വരയുടെ മിഡ് പോയിന്റ് ആണ് എം. അതാണ് എമ്മിന്റെ പ്രത്യേകത. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ചിത്രത്തിലെ ത്രികോണം എ ബി സി, ത്രികോണം പി ക്യു ആർ ഇവയിൽ എ ബി സമം ക്യു ആർ, ബി സി സമം ആർ പി, സി എ സമം പി ക്യു എന്നിങ്ങനെയാണ്. ഒന്നാമത്തെ ചോദ്യം, സി ഡി പി എസ് ഇവ തുല്യമാണോ? എന്തുകൊണ്ട്? രണ്ടാമത്തെ ചോദ്യം, ത്രികോണം എ ബി സി, ത്രികോണം പി ക്യു ആർ ഇവയുടെ പരപ്പളവുകൾ തമ്മിൽ എന്താണ് ബന്ധം? ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ ഷോൺ ബിലോ, എ ബി ഈസ് ഈക്വൽ ടു ക്യു ആർ, ബി സി ഈക്വൽ ടു ആർ പി, സി എ ഈക്വൽ ടു പി ക്യു. First question, are CD and PS equal? Why? Second question, what is the relation between the areas of triangle ABC and triangle PQR? അപ്പോൾ ചിത്രം എല്ലാവരും ശ്രദ്ധിച്ചു കാണും അല്ലെ? അപ്പോ ത്രികോണം എ ബി സിയും അതുപോലെ ത്രികോണം പി ക്യു ആറുമാണ് തന്നിട്ടുള്ളത്. രണ്ട് ത്രികോണങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോ ഈ ത്രികോണങ്ങളിലെ എ ബി എന്ന് പറയുന്ന വശവും ക്യു ആർ എന്ന് പറയുന്ന വശവും തുല്യമാണ്. അതുപോലെ പി സിയും ആർ പിയും തുല്യമാണ്. അതുപോലെ സി എയും പി ക്യൂയും തുല്യമാണ്. ഇങ്ങനെ മൂന്ന് ജോഡി വശങ്ങൾ തുല്യമാണ്. അപ്പോൾ നമുക്കറിയാം തുല്യമായ വശങ്ങളുടെ എതിർകോണുകൾ തുല്യമായിരിക്കും. ഇവിടെ മൂന്ന് വശങ്ങൾ തുല്യമായത് കൊണ്ട് തന്നെ ഇവയുടെ എതിർകോണുകൾ തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് ത്രികോണം എ ബി സിയിലെ സി ഡി എന്ന വശവും ത്രികോണം പി ക്യു ആറിലെ എസ് പി എന്ന വശവും തുല്യമാണോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ത്രികോണം എ ബി സിയിലെ മൂന്ന് വശങ്ങൾ ത്രികോണം പി ക്യു ആറിലെ മൂന്ന് വശങ്ങൾക്ക് പരസ്പരം തുല്യമാണ്. അതായത് ത്രികോണം എ ബി സിയും ത്രികോണം പി ക്യു ആറും തുല്യമാണ് എന്ന് പറയുവാൻ സാധിക്കും. അപ്പോൾ ത്രികോണം എ ബി സിയും ത്രികോണം പി ക്യു ആറും തുല്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ എ ബിയും ക്യു ആറും തുല്യമായത് കൊണ്ട് തന്നെ അവയുടെ എതിർ ശീർഷകമായിട്ടുള്ള സിയിൽ നിന്നും അതുപോലെ ആറിൽ നിന്നും തുല്യവശങ്ങളായ എ ബിയിലേക്കും അതുപോലെ ക്യു ആറിലേക്കും വരയ്ക്കുന്ന ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് അല്ലെങ്കിൽ ഉന്നതി എന്ന് പറഞ്ഞാൽ തുല്യമായിരിക്കും. അതായത് സി ഡിയും എസ് പിയും തുല്യമായിരിക്കും. അപ്പോൾ സി ഡിയും എസ് പിയും തുല്യമായതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എ ബിയും ക്യു ആറും തുല്യമാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. എ ബിയുടെ എതിർ ശീർഷകമായിട്ടുള്ള സിയിൽ നിന്നും എ ബിയിലേക്ക് വരയ്ക്കുന്ന ദൂരം അല്ലെങ്കിൽ ഉയരവും ക്യു ആറിന്റെ എതിർ ശീർഷകമായിട്ടുള്ള പിയിൽ നിന്ന് ക്യു ആറിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ് അല്ലെങ്കിൽ ഉയരവും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് അപ്പോ സി എന്ന വെർട്ടെക്സിൽ നിന്ന് എ ബിയിലേക്ക് വരച്ച ഹൈറ്റും പിയിൽ നിന്ന് ക്യു ആറിലേക്ക് വരച്ച ഹൈറ്റും ഈക്വൽ ആയതുകൊണ്ടാണ് സി ഡിയും എസ് പിയും തുല്യമായത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ത്രികോണം എ ബി സിയും
ത്രികോണം പി ക്യു ആറും പരിഗണിക്കുകയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്. ബി മീൻസ് ബേസ് അല്ലെങ്കിൽ പാദം, എച്ച് മീൻസ് ഹൈറ്റ് അല്ലെങ്കിൽ ഉന്നതിയാണ്. അപ്പോ നമ്മൾ ത്രികോണം എ ബി സിയുടെ പരപ്പളവാണ് എടുക്കുന്നതെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറഞ്ഞാൽ എ ബിയുടെ നീളമാണ്. ഇനി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സി ഡിയുടെ നീളമാണ്. അപ്പോൾ സി ഡി ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു സി ഡി ആണ് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ഏരിയ എടുക്കണം. ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ഏരിയ എടുക്കണമെങ്കിൽ അവിടെയും ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ക്യു ആർ ആണ്. അപ്പൊ ക്യു ആർ ആണ് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എസ് പി ആണ്. അപ്പൊ ക്യു ആർ ഇൻറ്റു എസ് പി എന്ന് കിട്ടും. നമുക്കറിയാം ഇതില് ക്യു ആറും എ ബിയും ഈക്വൽ ആണ്. അതുപോലെ സി ഡിയും എസ് പിയും ഈക്വൽ ആണ്. അപ്പോ ഇതിന്റെ എല്ലാ മെഷർമെന്റ് സെയിം ആണ്. അപ്പോൾ എ ബി കിട്ടുന്ന മെഷർമെന്റ് ആയിരിക്കും ക്യു ആറിന് കിട്ടുന്നത്, സി ഡി കിട്ടുന്ന മെഷർമെന്റ് ആയിരിക്കും എസ് പി കിട്ടുന്നത്. അപ്പോ ഇവിടെ മെഷർമെന്റ് എല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ എ ബി സിയുടെയും ട്രയാങ്കിൾ പി ക്യു ആറിന്റെയും ഏരിയ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ തുല്യമായിരിക്കും. ഓക്കെ, സെയിം അല്ലെങ്കിൽ ഈക്വൽ അല്ലെങ്കിൽ തുല്യമായിരിക്കും. ഓക്കെ.